ഏകദേശം 13 ദിവസത്തിന് മുകളിലായി റോമിലെ ജമേലി ആശുപത്രിയിൽ രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്ന മാർപ്പാപ്പയെ സുഖപ്പെടുത്താൻ ഇവിടുത്തെ ധ്യാനഗുരുക്കന്മാർ എന്തുകൊണ്ട് വത്തിക്കാനിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകുന്നില്ല എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ആകുലപ്പെടുകയാണ് ഇവിടെ കേരളത്തിലെ ഒരു വിഭാഗം നിരീശ്വരവാദികളും യുക്തിവാദികളും. എന്തുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഈ കൂട്ടർ ക്രിസ്ത്യാനിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നത്, ധ്യാനഗുരുക്കന്മാരെ ടാർഗറ്റ് ചെയ്യുന്നത്, കത്തോലിക്ക ധ്യാന കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൽ ഈ യഥാർത്ഥത്തിലുള്ള അത്ഭുത സൗഖ്യങ്ങൾ, രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, അതിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യം എന്താണ്? എന്തുകൊണ്ടാണ് എല്ലാവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തി ലഭിക്കാതെ പോകുന്നത്? ഈ വിഷയങ്ങൾക്കുള്ള ഒരു മറുപടിയുമായാണ് ഇന്ന് നിലപാട് ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളായിരിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബി. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗബാധിതനായിട്ട് റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന ഈ 2025 ഫെബ്രുവരി മാസം 27-ാം തീയതി വരെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ പാപ്പയുടെ നില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരമാണ് വത്തിക്കാനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ച സംഘടിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ആശുപത്രിയിൽ രോഗബാധിതനായി ചികിത്സ ആരംഭിച്ച ആ നാൾ മുതൽക്കേ കേരളത്തിലെ ചില കോണുകളിൽ നിന്നും, ചില കൂട്ടരിൽ നിന്നും ഉയരുന്ന ചില വാദഗതികളുണ്ട്, അല്ലെങ്കിൽ ചില ആരോപണങ്ങളുണ്ട്, ചില അവഹേളനങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പാപ്പ രോഗബാധിതനായിട്ട് ആശുപത്രിയിൽ കഴിയുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ അനേകം ധ്യാനകേന്ദ്രങ്ങളുണ്ട്, ധ്യാനഗുരുക്കന്മാരുണ്ട്. ഈ ധ്യാനകേന്ദ്രങ്ങളിൽ പല അത്ഭുത രോഗസൗഖ്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ധ്യാനഗുരുക്കന്മാർ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പാപ്പയ്ക്ക് അത്ഭുതമായിട്ട് രോഗശാന്തി ലഭിക്കുകയില്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? എവിടെ പോയി ഓരോ ധ്യാനകേന്ദ്രത്തിൽ, നമ്മളത് പേരെടുത്തൊന്നും പറയുന്നില്ല, എവിടെ പോയി ഇന്ന ധ്യാനകേന്ദ്രം, എവിടെ പോയി ഇന്ന ധ്യാനഗുരു, എവിടെ പോയി, ആ രീതിയിലൊക്കെയുള്ള വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു മനോഭാവത്തോടെ ഒരു ട്രോളുന്ന ഒരു അവസ്ഥ, അത് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള മാനസിക നിലയുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കൊരു ഒരു അസുഖം വരുമ്പോൾ, ആ വ്യക്തി ഒരു സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹനത്തെ മുതലെടുത്ത്, അല്ലെങ്കിൽ ആ അവസ്ഥയെ തങ്ങളുടെ ചില വ്യക്തിപരമായിട്ടുള്ള മാനസിക നില പൊതുസമൂഹത്തിന് തുറന്നു കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു മാനസിക നിലയുള്ളവരാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ട്രോളുകളും അവഹേളനങ്ങളും ഒക്കെ നടത്തുന്നത്. ഒന്നാമത്തെ ഒരു പോയിന്റ് നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. ഈ കൂട്ടർക്ക് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്താണ്, ക്രിസ്ത്യൻ ആത്മീയത എന്താണ് എന്നതിനെപ്പറ്റി ലെവലേശം ബോധമില്ല. ഒന്നെങ്കിൽ ബോധമുണ്ടെങ്കിൽ തന്നെ ആ ബോധം അങ്ങ് മറച്ചു വെച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയെ അങ്ങ് അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു ബേസിക് അടിസ്ഥാന തത്വം എന്താണെന്ന് ഈ കൂട്ടർ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നു. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു ബേസിക് തത്വം തന്നെ എന്ന് പറയുന്നത് നിത്യതയാണ്, നിത്യജീവനാണ്. അതായത് ഈ ലോകത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ ദൈവം നടത്തുന്ന ഓരോ ഇടപെടലുകളും ആ വ്യക്തിയുടെ ഇഹലോകവാസത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം നടത്തുന്ന ഇടപെടലല്ല. അത് ആ വ്യക്തിയുടെ നിത്യതയുമായി ബന്ധപ്പെട്ട്, ആത്മരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഓരോ ഇടപെടലുകളും ദൈവം നടത്തുന്നത്. നമുക്കറിയാം, ഓരോ വ്യക്തിക്കും വ്യക്തിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതിൽ ദൈവം കൈകടത്താറില്ല. പക്ഷേ വരുന്ന അത്ഭുതങ്ങളായിക്കോട്ടെ, സഹനങ്ങളായിക്കോട്ടെ, എന്തു തന്നെയായിക്കോട്ടെ, ആ വ്യക്തിയുടെ ആത്മരക്ഷയെ ലക്ഷ്യമാക്കിയാണ് ദൈവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇടപെടുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് കുരിശിൽ പാടുപീഡ മരിച്ച് ആ മരിക്കുന്ന ആ ഒരു വേളയിലും, ആ പീഡാസഹനം ഏൽക്കുന്ന ആ ഒരു വേളയിലും ഇത്തരത്തിലുള്ള ട്രോളുകളുടെ മറ്റൊരു ഭാവം, മറ്റൊരു രൂപം കർത്താവിനും കേൾക്കേണ്ടി വന്നു. എന്തുകൊണ്ട് നീ ദൈവമാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൂടാ, അല്ലെങ്കിൽ കള്ളന്മാരെ രക്ഷിച്ചുകൂടാ, നീ ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആരോപണങ്ങൾ, ട്രോളുകൾ, അവഹേളനങ്ങൾ, അതിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് ഇന്നും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ബേസിക് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ലെവലേശം ഒരു അവബോധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എനിക്കത് പ്രേക്ഷകരിലേക്ക് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഈ കൂട്ടർ, ഈ നിരീശ്വരവാദികൾ പലപ്പോഴും ഈ വിഷയങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നു, ഈ അത്ഭുത രോഗ സൗഖ്യവുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യാനിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നൊരു ചോദ്യം നമ്മൾ ഉയർത്തിവിടുകയാണ്. അതിൻ്റെ ഉത്തരം തേടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തൊരു പോയിന്റിലേക്ക് വരുമ്പോൾ ജോജി, നമുക്കറിയാം ഈ ധ്യാനകേന്ദ്രങ്ങൾ, കേരളത്തിലെ ധ്യാനകേന്ദ്രങ്ങൾ, നിരവധി ധ്യാനകേന്ദ്രങ്ങളുണ്ട്. വിവിധ രൂപതകളുടെ കീഴിലുള്ള നിരവധി ധ്യാനകേന്ദ്രങ്ങളുണ്ട്.
ഈ ധ്യാന കേന്ദ്രങ്ങളെ പലപ്പോഴും അവഹേളിക്കുന്ന ഒരു പ്രവണതയാണ് നിരീശ്വരവാദികളുടെ ഭാഗത്തുനിന്ന്, യുക്തിവാദികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ അവഹേളിക്കുമ്പോൾ ഇക്കൂട്ടർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ധ്യാന കേന്ദ്രങ്ങളിലൂടെ പൊതുസമൂഹത്തിന് ലഭിച്ച ഒരു നന്മ, നമുക്കറിയാം സഭയ്ക്ക് ഒരു സ്പിരിച്വൽ ആംഗിൾ വളരെയേറെ നന്മകൾ ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി പൊതുസമൂഹത്തിന് ലഭിച്ചൊരു നന്മ ഇക്കൂട്ടർ മറന്നു പോകുന്നുണ്ട്. എത്രയോ പേർ ലഹരി ഉപേക്ഷിച്ച് നല്ല ജീവിതം നയിക്കുന്നു, എത്രയോ പേർ തിന്മ നിറഞ്ഞ ജീവിതം ഉപേക്ഷിച്ച് നല്ല ജീവിതം നയിക്കുന്നു. അത് ഒരു സമൂഹത്തിൽ അതിൻ്റെ ഒരു കെട്ടുറപ്പ്, ഒരു സമാധാനപൂർവ്വമായിട്ടുള്ളൊരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിൽ ധ്യാനകേന്ദ്രം വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, എന്തുകൊണ്ട് ഇക്കൂട്ടർ ഈ രോഗശാന്തി അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രങ്ങളെ, കത്തോലിക്ക ധ്യാനകേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു? എപ്പോഴും ട്രോളാനുള്ള ഒരു ഉപാധിയായിട്ട് ധ്യാന ഗുരുക്കന്മാരെ, ധ്യാനകേന്ദ്രങ്ങളെ ഇവർ ഉപയോഗിക്കുന്നു. അതിൻ്റെ പിന്നിലൊരു അജണ്ട എന്തായിരിക്കും? ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തീയ ആത്മീയത അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസ ജീവിതം, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി, ഇതൊക്കെ എല്ലാ കാലങ്ങളിലും, ഇവിടെ ജോർജ് പറഞ്ഞ പോലെ എല്ലാ കാലങ്ങളിലും ചർച്ചാ വിഷയമായിട്ടുണ്ട്, വിവാദ വിഷയമായിട്ടുണ്ട്. പലരും അതിൽ ഇടറിയിട്ടുണ്ട്. ലോകത്തിനത് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ യേശുക്രിസ്തു വന്ന് ആ ഒരു യഹൂദരുടെ രാജ്യം സ്ഥാപിക്കുമെന്നും ഒരു രാജാവായി മാറുമെന്നും ഈ അപ്പസ്തോലന്മാരും കൂടെയുള്ളവരെല്ലാം മിനിസ്റ്റേഴ്സ് ആകുമെന്നും അവർക്ക് നല്ല പൊസിഷൻസ് കിട്ടുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു. വളരെയേറെ കാലം യേശുവിൻ്റെ കൂടെ കിടന്ന് അപ്പസ്തോലന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ മനസ്സിലാക്കൽ അപ്രകാരമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇടർച്ചകൾ ഇപ്പോഴും ഉണ്ടാകാം. പക്ഷേ എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ മാത്രം ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് സമൂഹവും എല്ലാവരും ഒന്ന് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്തൊക്കെയോ ആംഗിളുകൾ, അല്ലെ ഒരു സാധാരണ മാനുഷികമല്ലാത്ത അല്ലെങ്കിൽ ഒൺലി ഹ്യൂമൻ ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതിൻ്റെ പുറകിൽ മറ്റു പല പല എലമെൻസും ഉണ്ട്. എന്നും യേശുക്രിസ്തുവിൻ്റെ പഠനങ്ങളെയും യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയും യേശുവിൻ്റെ സഭയുമൊക്കെ ഭയപ്പെടുന്ന ഒരു തിന്മയുടെ അന്ധകാര ശക്തിയുടെ പ്രവർത്തനം വളരെ നിഗൂഢമായിട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വിമർശനങ്ങൾ അത് ആത്മാർത്ഥമായിട്ടല്ല എങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്രകാരം ചെയ്യുന്നതെങ്കിൽ അറിഞ്ഞോ അറിയാതെ അത്തരം വ്യക്തികൾ പ്രവർത്തിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു വലിയ തിന്മയുടെ പ്രവൃത്തിയാണ് ശരിക്കും. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചില അന്ധകാര ശക്തികളുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനി പോപ്പിൻ്റെ ഒരു സൗഖ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കത്തോലിക്കാ സഭയുടെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ നാച്ചർ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ നിയമങ്ങളെ തികച്ചും അവയൊക്കെ ഈ മറികടക്കുന്ന അല്ലെങ്കിൽ അവയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ഭുത പ്രവൃത്തികൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് യേശുവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, യേശു ബൈബിളിൽ നടത്തിയ ഈ സൗഖ്യത്തെക്കുറിച്ചും അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഈ സംശയിച്ചവരുണ്ടായിരുന്നു. എന്നാൽ കാലഘട്ടങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മൾ അവയുടെയൊക്കെ ആ ഒരു വിശദാംശങ്ങളിൽ ആരെങ്കിലും ആത്മാർത്ഥ ഹൃദയത്തോടെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നും ചുമ്മാ കെട്ടുകഥ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ആൾക്കാരെ എന്തെങ്കിലും ഒരു ഈ ഇമോഷണലായിട്ടുള്ള അവരെ എന്താ പറയുക ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്തോ ഒന്നുമല്ല. മറിച്ച് ഇതിൻ്റെ എല്ലാം ഇത് വളരെ പച്ചയായ സത്യമാണ്. ഇത് ശരിക്കും യാഥാർത്ഥ്യമാണ്, സംഭവിച്ചാണെന്ന് ആർക്കും ശുദ്ധ മനസ്സാക്ഷിയോടെ ഇത് അന്വേഷിക്കുന്ന ആർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് യേശുക്രിസ്തുവിൽ നിന്ന് യേശു അയച്ച പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ കൃപ സ്വീകരിച്ച അപ്പസ്തോലന്മാരുടെ കാര്യത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായി സംഭവിക്കുന്നുണ്ട്. ആദിമകാല സംഭവം ഇന്നും ചരിത്രമുണ്ടെന്ന് ശരിക്കും പല പല അത്ഭുത സാക്ഷ്യങ്ങളുടെ ചരിത്രങ്ങൾ. അതായത് മനുഷ്യബുദ്ധിക്ക് പ്രകൃതി നിയമങ്ങൾക്കൊക്കെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അത്ഭുതകരമായ പ്രവർത്തനം, അതിപ്പോൾ രോഗശാന്തി ആയിക്കോട്ടെ, മരിച്ചവർ വീണ്ടും ജീവനിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതിദത്തമായ മറ്റുള്ള നിയമങ്ങളെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളായിക്കോട്ടെ, പല പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും എന്താ പറയുക, ഈ ക്രിസ്തീയ ആത്മീയതയ്ക്ക് അതൊന്നും ഒരു പുതുമയല്ല. അതൊക്കെ ഇഷ്ടംപോലെ സംഭവിക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു പല പല ആംഗിളുകളുണ്ട്. യേശു ഈ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരിക്കലും അതൊരു ഈ ഒരു ഭൂമിക്ക് വേണ്ടി, ഇവിടെ ജോർജ് പറഞ്ഞ പോലെ അതൊരു ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഭൂമിയിലെ ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല. കാരണം എന്ന് വെച്ചാൽ ഒരാളെ ഇപ്പോൾ യേശു ഒരു മാരകമായ രോഗത്തിൽ സുഖപ്പെടുത്തിയാലും അദ്ദേഹം വീണ്ടും മരിക്കും. കാരണം വെച്ചാൽ ഉറപ്പായിട്ട് മനുഷ്യനാണ് മരിക്കും, ഉറപ്പായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു കൺസേൺ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ ആ നിത്യജീവന സഹായകരമായ ഒരു പ്രവൃത്തിയായി മാറാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആ ഒരു വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പോലെ ഒരു അടിസ്ഥാനപരമായ വിശ്വാസം കുറേ വർഷം ജീവിച്ച് മരിച്ച് ആറടി മണ്ണിൽ തീരേണ്ട ഒരു ജീവിതമല്ല. മറിച്ച് മനുഷ്യനൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് നിത്യകാലത്തോളം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരു വലിയ നിത്യജീവനാണ്. ഈ കൺസെപ്റ്റാണ് സമൂഹം മനസ്സിലാക്കേണ്ടത് ശരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ കർത്താവ് കടത്തിവിടുന്നു. ഇനി ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആംഗിളാണ് സഹനം, സഫറിങ്സ്, രോഗം, ദുരിതം, വാർദ്ധക്യം, ഇതെല്ലാം ഉണ്ട്.
ഇതെല്ലാം മനസ്സിലാക്കില്ല. ഇതെല്ലാം മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം ശരിക്ക് ഒരു നല്ല പക്വതയാർന്ന ഒരു ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. കാരണം കർത്താവിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ സഫറിങ്ങിനും ഓരോ വേദനയ്ക്കും രോഗത്തിനെല്ലാം വലിയ വലിയ വിലയുണ്ട്. അതവിടെ നിത്യജീവനിലാണ് അതല്ല അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഈ മാനുഷിക ബുദ്ധി കൊണ്ട് മാത്രം, നമ്മുടെ മാനസികമായ പരിമിതമായ അറിവ് കൊണ്ട് പഠനം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇനി ഇത്തരം ക്രിറ്റിക്കുകൾക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ശുദ്ധ മനസ്സാക്ഷിയോടെ തങ്ങളുടെ സകല കപടതയും ഗൂഢതയൊക്കെ മാറ്റിവെച്ച് ശുദ്ധ മനസ്സാക്ഷിയോടെ അവർ തിരയുകയാണെങ്കിൽ, തേടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്നലെ നാളെ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ആത്മീയ രഹസ്യമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങളിൽ ഉറപ്പായിട്ടും ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്. എന്നാൽ അവരിലൂടെ അത്ഭുതമായ സൗഖ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അച്ഛന്മാരോ അല്ലെങ്കിൽ ഈ അൽമായരോ ഒന്നും അവരിലൂടെ അല്ല പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കഴിവല്ലത്. ഈ ശരിക്കും അവരെ ഇതിനെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ കഴിവാണ്, യേശുവിൻ്റെ നാമമാണ്, യേശുവിൻ്റെ കഴിവ്. അവിടെ മനസ്സിലാക്കും. അപ്പോൾ അവരാരും ഈ മാനുഷിക ദൈവങ്ങളല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇവിടുന്ന് വളരെയേറെ സൗഖ്യം നടത്തിയ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടിയ ഒരു വ്യക്തിയെ വത്തിക്കാനിലേക്ക് വിളിക്കുന്നില്ല, പോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ വത്തിക്കാനുള്ള പോപ്പിനും അവിടുത്തെ കർദിനാൾമാർക്കെല്ലാം അത്യാവശ്യം ജ്ഞാനവും അവർക്ക് അതിനെക്കുറിച്ച് അറിവും അവർക്ക് അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യവും ഉണ്ട്. മനസ്സിലാക്കണം, ഒരു വൈദികരിലോട് ഇങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ സഭയുടെ തലവനായ പരിശുദ്ധ പിതാവിലൂടെയും അതുപോലെ മറ്റുള്ള ഈ പിതാക്കന്മാരിലൂടെയൊക്കെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് അവർ വിളിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും സൗഖ്യം കിട്ടുകയും ചെയ്യും. അത് യാതൊരു സംഭവ കാര്യമല്ല. കത്തോലിക്ക സഭയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും പല വിശുദ്ധരും ഇപ്രകാരം റോമിൽ കടന്നു വന്ന് ഈ രീതിയിൽ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പ്രവചിക്കുകയും സഭയെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ രോഗശാന്തി ഒരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ദൈവഹിതമാണെങ്കിൽ ആരുടെയും സഹായം കൂടാതെ തന്നെ ക്രിസ്തുവിന് പോപ്പിനെ സുഖപ്പെടുത്താൻ സാധിക്കും. ഇനി ദൈവഹിതമല്ല അത് നമ്മുടെ അതേ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒരു ദൈവികമായ കാര്യങ്ങളിൽ, സ്വർഗീയമായ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ മനുഷ്യ ബുദ്ധി വെച്ചുകൊണ്ട് മാത്രം ഏതൊരു വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അറിയാമല്ലോ, അപ്രകാരം മാത്രം നമ്മൾ ഒരു വിധി പ്രസ്താവിക്കുന്നത് ശരിയല്ല. അത് കാരണം ഇപ്പോൾ ഇപ്രകാരം വിധി പ്രസ്താവിക്കുന്നവരോട് പറയാനുള്ളത്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, അവൻ്റെ വചനത്തിൽ സൗഖ്യമുണ്ട്, അവൻ്റെ ആത്മാവിൽ സൗഖ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് നിസ്സംശയം ചരിത്ര വർഷങ്ങളായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അത് ഇന്നും സംഭവിക്കുന്നു. അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അതിൽ യാതൊരു രീതിയിലുള്ള അതിശോക്തിയുടെ കാര്യമില്ല, അല്ലെങ്കിൽ അത് തട്ടിപ്പല്ല, അത് സത്യമാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ ഇപ്രകാരത്തിലുള്ള അനവധി രോഗശാന്തികൾ അല്ലെങ്കിൽ ഈ പ്രകൃതി നിയമങ്ങളെ ഒക്കെ മാറ്റിമറിക്കുന്ന മെഡിക്കൽ സയൻസിനെ കൃത്യമായി പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റ് പലയിടങ്ങളിൽ നമ്മളതൊന്നും കാണുന്നില്ല. അപ്പോൾ അതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ശരിക്കും അപ്രകാരമുള്ള ഒരു വലിയ അവസ്ഥ കാണുന്നില്ല പലപ്പോഴും. എന്നാൽ ഞാൻ പറയുന്നത്, നമ്മുടെ പല ധ്യാന സെൻ്ററുകൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും ശരിക്കും ഒന്നും പുറത്തു വന്നിട്ടില്ല. നമ്മൾ സ്തബ്ധരായി പോകുന്ന, അല്ലെങ്കിൽ നമുക്കുടെ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ മറക്കൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതൊക്കെ നടത്തുന്നവർ അവർ തങ്ങളെ തന്നെ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അവരതൊന്നും പരസ്യമാക്കാൻ ഒന്നും ആഗ്രഹിക്കുന്നേയില്ല. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് അവസാനമായി പറഞ്ഞു വെക്കാനുള്ളതാണ്, മാർപ്പാപ്പയുടെ ഇന്നത്തെ ഈ ഒരു രോഗാവസ്ഥ, അത് കർത്താവിന് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ട്. കർത്താവിൻ്റെ ആ ഒരു അറിവ് കൂടാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം എപ്പോൾ മാർപ്പാപ്പയ്ക്ക് രോഗശാന്തി ആരിലൂടെ, എങ്ങനെ, അത് ഡോക്ടർമാരിലൂടെയാണോ അത് മറ്റുള്ള അവസരങ്ങളാണോ, അതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് പറയാനുള്ളത്. ഓക്കെ, ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, ഈ കൂട്ടർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ് ഈ രോഗശാന്തി ശുശ്രൂഷ അല്ലെങ്കിൽ സഭ അതിന് വലിയൊരു ബിസിനസ്സായിട്ട് എടുക്കുന്നു. ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആതുര ശുശ്രൂഷ രംഗത്തെ പ്രൈം മൂവറാണ് കത്തോലിക്ക സഭ. ഈ നഴ്സിംഗ് പ്രൊഫഷൻ തന്നെ തുടക്കമിട്ടത് കത്തോലിക്ക സഭയാണ്. വൈദ്യശാസ്ത്ര മേഖലയിൽ അനവധി സംഭാവനകൾ കത്തോലിക്കരായിട്ടുള്ള വൈദികരും സന്യസ്തരും ഒക്കെ നൽകിയിട്ടുണ്ടെന്ന് എന്നതിന് ചരിത്രം തന്നെ സാക്ഷ്യം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രോഗശാന്തി ഒരു ബിസിനസ്സായിട്ട് കത്തോലിക്ക സഭയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആതുര ശുശ്രൂഷ രംഗത്തേക്ക് പോയി? അവിടെ ഇപ്പോഴും പ്രൈം മൂവറായിട്ട് നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ഒരു മേഖലയാണ് അത് ഈ കൂട്ടർ കാണുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന രോഗശാന്തികൾ നിരവധി വിശ്വസനീയമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഡോക്ടേഴ്സിന് മിറക്കിൾ എന്ന് പറയുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഞാൻ മറ്റൊരു ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, വിശുദ്ധരുടെ വിശുദ്ധ പദവി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഒരു രോഗശാന്തി ആയിരിക്കും അതിന് നിമിത്തമായിട്ട് ഭവിക്കുന്നത്. അതിനെ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് സഭ പഠിക്കുന്നത്, അത് ഇവർ മനസ്സിലാക്കുന്ന എത്ര ഡീറ്റെയിൽ ആയിട്ടാണ്. അതിൻ്റെ ഒരു സഭയായിരിക്കും അതിൻ്റെ ഏറ്റവും
എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അത് കണ്ടുപിടിക്കാൻ ഉത്സാഹിക്കുന്ന സഭയായിരിക്കും. കാരണം അത്രമാത്രം ആധികാരികമായിരിക്കണം. അപ്പോൾ രോഗശാന്തി എന്ന് പറയുന്ന അതൊരു യാഥാർത്ഥ്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ റോബിൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഈ നിരീശ്വരവാദികൾ പലപ്പോഴും ക്രൈസ്തവ വിശ്വാസത്തെയാണ് പലപ്പോഴും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നാം കാണുന്നത്, കൂടുതൽ അവഹേളിക്കുന്നതായിട്ട് കാണുന്നത്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതായത് ഈ മാങ്ങയുള്ള മാവിനെയാണ് ഏറ് കിട്ടുന്നത് എന്ന ഒരു പഴഞ്ചൊല്ല് ഇവിടെ അനർത്ഥമാകുന്നതായിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ സാധിക്കും. അത് വളരെ വ്യക്തമാണ്. കാരണം അവർക്ക് വിമർശിക്കാൻ ഏറ്റവും കൂടുതൽ സോഴ്സുകളുള്ളത്, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളത് കത്തോലിക്ക സഭയാണ് എന്നുള്ളത്. നമ്മൾ ആ വിമർശനത്തെ ഒരു ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാമെന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിൽ ഈ നിരീശ്വരവാദത്തിൻ്റെ ഏറ്റവും കൊടികുത്തിയ സംഭവങ്ങൾ യൂറോപ്പിലാണ് ഉണ്ടായത്. അവിടെ കത്തോലിക്ക സഭയ്ക്കെതിരെയാണ് ഉണ്ടായത്. പക്ഷേ അത് ഉണ്ടായത് അവർക്ക് എത്ര അങ്ങ് എത്തിയിട്ടും ഇപ്പോൾ ഒരു ഡിഗ്രിയിൽ തുടങ്ങുമ്പോൾ അത് യേശുന്നില്ല, 2 ഡിഗ്രിയിൽ തുടങ്ങുമ്പോൾ യേശുന്നില്ല, അങ്ങനെ 10, 100, 1000 എത്തിയിട്ടും ഇതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ നിരീശ്വരവാദം എന്ന് പറഞ്ഞ സംഗതി തന്നെ വളർന്നു വന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. ഇങ്ങനെ എതിർക്കാൻ ഒരു സംഗതി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇത്ര സ്ട്രോങ് ആയിട്ട് വളരുകയില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നോക്കിയിട്ടും എതിർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതും മറുവശവും ഇത്രയും വളർന്നിട്ട്. അപ്പോൾ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണാം. കാരണം കത്തോലിക്ക സഭയുടെ പവറാണ് അത് കാണിക്കുന്നത് എന്നുള്ളത്. ഇനി വിമർശനം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഇപ്പോൾ ക്രിസ്തു കുരിശിൽ കിടന്നപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു കുരിശിൽ കിടന്നപ്പോൾ അവർ പറഞ്ഞത് നീ ദൈവപുത്രനാണെങ്കിൽ താഴെ ഇറങ്ങി വരൂ. അത് തന്നെയാണ് മാർപ്പാപ്പനോട് പറയുന്നത്. അങ്ങ് ദൈവത്തിൻ്റെ കൂടെയുള്ള മനുഷ്യരാണെങ്കിൽ എന്തുവാണ് സുഖമാക്കാൻ പറ്റാത്ത പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് സുഖമാക്കാൻ കഴിയുന്ന ഇത്ര ആളുകളുണ്ട്, എന്തുകൊണ്ടാണ് സുഖമാക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ അത് കറക്റ്റ്. ആ ചോദ്യം, അന്നത്തെ ആ ചോദ്യവും അന്ന് അവർ ചോദിച്ച ചോദ്യവും ഇന്ന് ഇവർ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. അത് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ, അത് പെർസ്പെക്റ്റീവ് തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർപ്പാപ്പ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ മുഴുവൻ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയല്ല. ആ വ്യക്തി എന്ന് പറയുന്നത് ദൈവരാജ്യം സ്വപ്നം കണ്ട് ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയെ ക്രിസ്തു കൊണ്ടുപോകുന്നത് ആ വഴിക്കാണ്. അല്ലാതെ ഇവരുദ്ദേശിക്കുന്ന പോലെ മാർപ്പാപ്പയ്ക്ക് കാലിലൊരു മുറിവ് പറ്റി അത് ദൈവം സുഖമാക്കി, കണ്ണിലൊരു മുറിവ് പറ്റി അവൻ ദൈവം സുഖമാക്കി, അങ്ങനെ സുഖമാക്കി കൊണ്ടുപോകുന്ന അതല്ല മാർപ്പാപ്പയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും. ക്രിസ്തുവിന് വേണ്ടി ആ മനുഷ്യൻ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു അതിൻ്റെ ലക്ഷ്യവും ആ ക്രിസ്തുവിന് ആ മനുഷ്യനോടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതല്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അത് ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അതല്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, മാർപ്പാപ്പ 100 വയസ്സായി, അദ്ദേഹത്തെ 100 വയസ്സായി, പിന്നെ ക്രിസ്തുവിന് എല്ലാം ചെയ്യും. ഇപ്പോൾ ഇവർ പറയുന്നു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ക്രിസ്തുവിന് എല്ലാവരെയും സുഖമാക്കാൻ കഴിയും. എന്താണ് അതിന് സംശയം? നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? ക്രിസ്തുവിന് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സുഖമാക്കാൻ കഴിയും. ക്രിസ്തു ഇസ് ദാറ്റ് മച്ച് പവർഫുൾ ഗോഡ്. നിങ്ങളൊന്നും കണ്ടിട്ടുള്ള ദൈവമല്ല അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ദൈവമാണ്. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച അതേ ദൈവമാണ്. നിനക്ക് സുഖമാകട്ടെ എന്ന് പറഞ്ഞ് സുഖമാക്കുന്ന അതേ ദൈവമാണ് ഇന്നും ആ ദൈവത്തിന് നിങ്ങളുടെ ഏതവസ്ഥയെയും, നിങ്ങളുടെ എന്തവസ്ഥയാണേലും, നിങ്ങളുടെ ഏത് രോഗാവസ്ഥയാണേലും നിങ്ങളെ എല്ലാവരെയും സുഖമാക്കാൻ കഴിയുന്ന ദൈവമാണ്. അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഇന്നോളം സുഖം പ്രാപിച്ചിട്ടുണ്ട്. ചേർന്ന് നിന്ന് ഒരു മനുഷ്യനും ഇന്നോളം ഈ ലോകത്തിൽ സുഖമാക്കപ്പെടാതിരുന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ ആർഗ്യുമെൻറ്റിൽ ഒരു ലോജിക്കുമില്ല. കാരണം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ക്രിസ്തു സുഖമാക്കുന്നുണ്ട്. പിന്നെ ഇനി ക്രിസ്തു ഈ ലോകം മുഴുവൻ സുഖമാക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ ചേർന്ന് നിൽക്കൂ ക്രിസ്തുവിനോട്. അതിനുശേഷം നിങ്ങൾ ചോദിച്ചു നോക്കൂ, ക്രിസ്തു നിങ്ങളെ സുഖമാക്കിയില്ലെങ്കിൽ അന്നേരം നിങ്ങൾ സംസാരിക്കുക. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഈ വ്യക്തികളെ നമുക്കൊരു 3 തിരിക്കാൻ കഴിയുന്നതാണ്. ഒന്ന്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതും കൂടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി ഒരു കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതും ഒരു പ്രൊഫഷണലായുള്ള ഒരു IT എഞ്ചിനീയർ ഒരു കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതിൽ ആ സ്റ്റാൻഡേർഡ് വ്യത്യാസമുണ്ട്. ആ പ്രവൃത്തിയുടെ സ്റ്റാൻഡേർഡ് വ്യത്യാസമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്? നമ്മളതിനെ അത്ഭുതം എന്ന് വിളിക്കും. കാരണം നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അത്ഭുതം വിളിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതാണ് അങ്ങനെയാണ്. അത് നിങ്ങൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുന്നത്
നിന്ന്. പക്ഷേ ദൈവം പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പറയുന്ന പോലെയല്ല, ദൈവം പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖമാക്കപ്പെടും, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ മുഴുവൻ മാറും. നിങ്ങൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും നിങ്ങൾ സമ്പൂർണ്ണമായ ട്രാൻസ്ഫോർമേഷൻ വിധേയമാകും. അത് അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല, ഒരുപാട് കൂടാനുകൂടി മനുഷ്യരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അവർക്കാണ് നമ്മൾ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളടക്കമുള്ള വരങ്ങളടക്കമുള്ള സാധനങ്ങൾ അത് കൂടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർ അങ്ങനെയാണ്. അവരും അതുപോലെയാണ്. അവരും അവരുടെ വഴിയിലൂടെ ദൈവത്തിൻ്റെ ആ പവർ ആളുകളിലേക്ക് എത്തുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അതെല്ലാം ശരിയാണ്, എല്ലാം ശരിയായിട്ടുള്ള വസ്തുതകളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യന് ആണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഒരു കൂട്ടം മനുഷ്യരെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യർ. അവർക്ക് പക്ഷെ അവർ ഇത് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിയും. കാരണം ദൈവത്തിൻ്റെ കൂടെ അല്ലാത്തതുകൊണ്ട് അവരെ കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയാണ്. മറ്റൊരു കൂട്ടം മനുഷ്യർ അന്ധകാരത്തിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത്. ഈ അന്ധകാരത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന സാധനവും അഹങ്കാരവും പുച്ഛമാണ്. ആ ഒരു വസ്തുതയാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഈ അറിവ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ അറിവിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ അറിയും തോറും നമ്മളെന്ന് പറയുന്ന വ്യക്തി കുഞ്ഞായി വന്ന് നമ്മൾ ഇല്ലാതാകും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം പോലെ വിശാലമാണ് അറിവ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു കണിക പോലെ ഒരു സ്റ്റേഷൻ കിട്ടാതെ അലയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ചില സമയങ്ങളിൽ പറയാറുണ്ട്, ഈ അറിവിൻ്റെ ഉള്ളിലേക്ക് നേരിട്ട് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തമായ അവസ്ഥയിലേക്കായി പോകുമെന്ന് പറയുന്നത്. അതുപോലെ വിശാലമാണ്, നമ്മൾ എങ്ങും എത്തും പിടിയും കിട്ടാത്തതാണ് അറിവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചില പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഈ അറിവിനെ ഇങ്ങ് എത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അത് ഏത് പെർസ്പെക്റ്റീവിൽ, ഏത് സ്റ്റാൻഡിങ് പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ അറിവിനെ എത്തിപ്പിടിക്കുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് അറിവിനെ നമ്മൾ എത്തിപ്പിടിക്കുന്നതും അന്ധകാരത്തിൻ്റെ കൂടെ നിന്ന് അറിവിനെ എത്തിപ്പിടിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ധകാരത്തിൻ്റെ കൂടെ നിന്ന് അറിവിനെ എത്തിപ്പിടിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പലതിനെ മനസ്സിലാക്കാൻ, ഈ ക്രിസ്തുവിനെ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് അറിവിനെ നമ്മൾ എത്തിപ്പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വിക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏറ്റവും നിസ്സാരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അന്ധകാരത്തിൻ്റെ കൂടെ നിന്ന് അറിവിനെ എത്തിപ്പിടിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ പറുദീസായിൽ ഈ ആദവും ഹവ്വയും പിശാചിൻ്റെ ആ വാക്ക് കേട്ട് പിശാച് പറഞ്ഞത് ശരിയായിരുന്നു, നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നു പറഞ്ഞു. പക്ഷെ കണ്ണുകൾ തുറന്നത് അന്ധകാരത്തിലേക്കായിരുന്നു, അവരുടെ കണ്ണുകൾ തുറന്നു പോയത്. അപ്പോൾ ആ പിശാചിൻ്റെ കൂടെ നിന്ന് അതിനെ എത്തിപ്പിടിച്ചപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ ഈ അന്ധകാരത്തിൻ്റെ കൂടെ നിന്ന് ഇവർ പലപ്പോഴും മനസ്സിലാക്കുന്നത്, നമുക്കിപ്പോൾ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അവർ ഈ പലപ്പോഴും ഈ ക്രിസ്ത്യൻ കൺവേർഷനെ ഇവർ പലപ്പോഴും ഇത് കൊടുത്ത് എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് പണം കൊടുത്ത് കൺവേർഷൻ നടത്തിയെന്ന് പറയുമ്പോൾ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ പോകുന്ന കാര്യം, ഈ അത്ഭുതങ്ങളുടെ കാര്യമാണ് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. പലപ്പോഴും ഞാൻ പലരുടെയും ഈ നോർത്ത് ഇന്ത്യയിലുള്ള കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ അവർ പറയുന്നത്, ഇവരുടെ ഈ വിച്ച് ക്രാഫ്റ്റാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്, ഇവരുടെ ഈ അത്ഭുതപ്രദത്തിൻ്റെ ആ പരിപാടി ആദ്യം അവസാനിക്കും. പക്ഷേ എന്ന് വെച്ചാൽ അവർക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. ഈ ശിമയോൻ വന്നേച്ചിട്ട് പറയുന്നുള്ളൂ, നിങ്ങളെ കുറച്ച് പരിശുദ്ധാത്മാവിനെ ഞാൻ പൈസ തരാം, നിങ്ങളെ കുറച്ച് പരിശുദ്ധാത്മാവിനെ എനിക്കും തരാൻ പറയുന്നത്. അങ്ങനെ ഒരു മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടിലാണ് ഇവർ ഇതിനെ വീക്ഷിക്കുന്നത്. അതാണ് ഈ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് ഇതിനെ മനസ്സിലാക്കാത്തതും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം ഇത്. അപ്പോൾ അങ്ങനെയുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ അറിവിനെ മനസ്സിലാക്കുന്നവരാണ് ഈ പലപ്പോഴും പുച്ഛിക്കുന്നത്. അവർക്ക് അറിവുണ്ട്, പക്ഷേ അവർക്ക് ഈ കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് അത് അങ്ങനെ ഒരു ആസ്പെക്റ്റിലാണ് അത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഈ സഭയിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് മാർപ്പാപ്പ ഇങ്ങനെ സംഭവിക്കുന്നത്, മാർപ്പാപ്പ എന്തുകൊണ്ടാണ് ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശേഷിയുള്ള, ദൈവം ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സഭയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മാർപ്പാപ്പാനെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് സുഖമാക്കാൻ പറ്റുന്ന അവരുടെ ചോദ്യം ജെനുവിൻ ചോദ്യമാണ്. പക്ഷേ അതിനുള്ള നമ്മുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം ലോകത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണകളിൽ ഒന്ന് എന്ന് പറയുന്നത് അവൻ്റെ മരണത്തെ അവൻ ഏത് രീതിയിലും ദൈവരാജ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ അവൻ്റെ മരണത്തെ ദൈവം ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ദൈവം മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യങ്ങളിൽ ഒന്ന്. കാരണം അവൻ എങ്ങനെയും ദൈവരാജ്യത്തിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മാർപ്പാപ്പ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ ജീവിതം മൊത്തം എടുത്ത് പഠിക്കുക. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ചെയ്തത് എല്ലാം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, എല്ലാം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി. അപ്പം ഈ വിമർശിക്കുന്ന
ആളുകൾ ആദ്യം മനസ്സിലാക്കുക, കത്തോലിക്ക സഭയുടെയും ക്രിസ്ത്യാനികളുടെയും പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ എന്ത് അത്ഭുതവും പ്രവർത്തിക്കും, അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, എന്ത് വേണമെങ്കിലും ക്രിസ്തു അവർക്ക് കൊടുക്കും. ഒരേ ഒരു കാര്യമുള്ളൂ, ദൈവരാജ്യത്തിൽ എത്തിച്ചേരുന്ന രീതിയിലായി. ഇപ്പം ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് ക്രിസ്തു വേണമെങ്കിൽ ഒരു 10 കോടി രൂപ കൊടുക്കും, വേണമെങ്കിൽ ഒരു 10 ലക്ഷം കോടി രൂപ വേണമെങ്കിൽ ക്രിസ്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവൻ്റെ ആത്മാവ് നശിച്ചു പോകുന്ന ഒരു കാര്യത്തിനാണെങ്കിൽ ക്രിസ്തു 1 രൂപ പോലും മുടക്കുകയില്ല എന്നുള്ളതും ഇവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിനെയും കത്തോലിക്ക സഭയെയും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഓർത്തിരിക്കേണ്ടത് എന്താണ്? പർപ്പസ്. ഇതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി, എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി, അല്ലാതെ ഒരു കണിക പോലും അല്ലാത്തത് ക്രിസ്ത്യാനിറ്റിയിലില്ല, ക്രിസ്തുവിലില്ല, ക്രിസ്ത്യാനികളിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. അത്ഭുതങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, സമ്പത്തും സർവ്വസംഘങ്ങളും എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി, അതിനപ്പുറത്ത് ഒന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി. ഇനിയിപ്പോൾ ഈ ബുദ്ധിജീവികൾക്ക് വേണ്ടി ഒരു ഉദാഹരണം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുച്ഛിക്കുന്ന ബുദ്ധിജീവികൾക്ക് വേണ്ടി ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണല്ലോ ഐസക് ന്യൂട്ടൻ. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ, ഞാൻ ഒരു കടൽ തീരത്ത് ഓടി കളിക്കുന്ന കുട്ടിയെ പോലെയാണ്. ഞാൻ ചിലപ്പോൾ ഇച്ചിരിയും കൂടെ നല്ല ചില കല്ലുകൾ കാണുമ്പോൾ അത് ഞാൻ എടുക്കും, ഇച്ചിരിയും കൂടെ നല്ല ഈ ചിപ്പികൾ കാണുമ്പോൾ അത് ഞാൻ എടുക്കും. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് മുന്നിൽ അതിവിശാലമായ, ഇതുവരെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത അതിവിശാലമായ ഒരു സമുദ്രം പരന്ന് നീണ്ടു കിടക്കുകയാണ് എന്നുള്ളൊരു സാധനം ഐസക് ന്യൂട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അറിവ് വെച്ച് ദൈവത്തെ വെല്ലുവിളിക്കുകയും കത്തോലിക്ക സഭയിലെ ദൈവിക ഇടപെടലുകളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ്. ഇന്ന് മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കുറ്റം പറയുന്നു, നിങ്ങൾ പുച്ഛിക്കുന്നു. നിങ്ങൾ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ദിനങ്ങളും അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് ചിന്തിക്കാൻ പഠിക്കുക. നിങ്ങൾ അന്ധകാരത്തിൻ്റെ കൂടെ നിന്ന് നിങ്ങളുടെ അറിവുകളെ ആ അറിവുകൾ വെച്ച് ലോകത്തെ വിലയിരുത്താതെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് നിങ്ങളുടെ അറിവുകൾ വെച്ച് നിങ്ങൾ വിലയിരുത്തുന്നവരായി മാറുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അവസാനം വേണമെങ്കിൽ എമിലി ഡിക്കിൻസിൻ്റെ ഒരു 2 വരി കവിതയും കൂടെ നമുക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടി പറയാവുന്നതാണ്. എന്ന് വെച്ചാൽ, ബട്ട് അറ്റ് മൈ ബാക്ക് ഐ ഓൾവേസ് ഹിയർ ടൈംസ് വിങ്ഡ് ചാരിയറ്റ് നിയർ എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങളെ പുറകിൽ ഇതേണ്ട സമയത്തിൻ്റെ ആ മരണത്തിൻ്റെ രഥം പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഇവരോട് പറയാനുള്ളത്. ക്രിസ്തു പറഞ്ഞ ആ വാക്കുകൾ മാത്രമേ നമുക്ക് ഇവരോട് പറയാൻ കഴിയുള്ളൂ. ഒരല്പം പുച്ഛിച്ചതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് നഷ്ടമായിട്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരിക, ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കുക, അങ്ങനെ ചിന്തിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ. ഓക്കെ, അത് കറക്റ്റാണ്. നമ്മൾ കർത്താവിൻ്റെ ലൈഫിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഈശോ ചെയ്ത ഓരോ അത്ഭുതത്തിനും ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു. നമ്മൾ ബൈബിളിലൊന്നും വായിച്ചിട്ടില്ല ആ കാലയളവിൽ ജെറുസലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം നമ്മൾ വായിച്ചിട്ടില്ല, അങ്ങനെ സുഖപ്പെടുത്തിയിട്ടുമില്ല. കർത്താവ് ചെയ്ത ഓരോ അത്ഭുതത്തിനും ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം, നമ്മൾ പാരമ്പര്യമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഈശോയും മാതാവും ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഔസേപിതാവ് മരിച്ചത്. ഈ കൂട്ടർക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, സ്വന്തം വളർത്തുപിതാവാണ്, വളർത്തുപിതാവിനെ എന്തുകൊണ്ട് ഉയർപ്പിച്ചില്ല, ലാസറിനെ പോലെ ഉയർപ്പിച്ചില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഇഷ്ടം പോലെ പേര് ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മരിച്ചിട്ടുണ്ട്, ലാസറിനെ പോലെ എന്തുകൊണ്ട് അവരെ ഉയർപ്പിച്ചില്ല എന്നൊരു കാര്യം അവിടെ ഇവർക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ അതല്ല, റോബിൻ പറഞ്ഞതിൽ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അതിൻ്റെ പർപ്പസിൻ്റെ കോറായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ്, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണ് എന്നൊരു കാര്യം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ പറയുന്നവരെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ പറയുന്നവരെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്, ലാസ്റ്റ് മൊമെൻ്റ് വരെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കൊതിയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ഈ പല നിരീശ്വരവാദികളുടെയും അല്ലെങ്കിൽ ലോകം പുകൾപ്പെട്ട പല നിരീശ്വരവാദികളുടെയൊക്കെ ഒരു മരണസമയത്ത് അവരൊക്കെ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതൊക്കെ ഈ കൂട്ടർ വായിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വലിയ നിരീശ്വരവാദവും വലിയ യുക്തിവാദവും വലിയ കമ്മ്യൂണിസവും ഒക്കെ പറഞ്ഞിരുന്നവർ മരണക്കിടക്കയിൽ പറഞ്ഞ ചില ഞെട്ടിക്കുന്ന ചില വാചകങ്ങളുണ്ട്. ദൈവത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആത്മീയതയെക്കുറിച്ചൊക്കെ പറഞ്ഞ വാചകങ്ങൾ, അതുകൂടി അവരൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. 2 കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പരിശുദ്ധ ബൈബിളിൽ തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് എന്താണ് പറയുക? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പ്രഭാഷകന്റെ പുസ്തകം 38-ാമത്തെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 38-ാമത്തെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു, ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. വളരെ കൃത്യമാണ്. യെസ്, അത് രോഗം വരുമ്പോൾ വൈദ്യൻ്റെ അടുത്തേക്ക് പോകണം. അതിന് ബൈബിൾ എതിരല്ല, ക്രിസ്ത്യാനിറ്റി എതിരല്ല. പക്ഷേ ഈ രോഗസൗഖ്യം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു മിസ്റ്ററിയാണ്. അതിലൂടെ ദൈവം പലതും ആഗ്രഹിക്കുന്നുണ്ട്,
പലതും ലക്ഷ്യമിടുന്നുണ്ട്. അത് ഒരു വ്യക്തിയുടെ നന്മയാണ്, ആത്മരക്ഷയാണ്, അടയാളമാണ്, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണെന്ന കാര്യത്തിൽ അത് തർക്കമില്ല. പക്ഷേ ഇതുവരെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ രോഗശാന്തിയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലും ചില കള്ളനാണയങ്ങളുണ്ട് എന്നൊരു കാര്യം തർക്കമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. ആ കൂട്ടരാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വലി നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതിനൊരു ബിസിനസ്സായിട്ട് യൂസ് ചെയ്യും. ഒരു വ്യക്തിക്കൊരു അത്ഭുത വരം അല്ലെങ്കിൽ ഏത് വരമായിക്കോട്ടെ, വരം ആ വ്യക്തിക്ക് കർത്താവ് കൊടുക്കുന്നത് ആ വ്യക്തിയുടെ ഒരു സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ടോ ആ വ്യക്തിയെ സ്വയം ദൈവമായിട്ട് ആൾദൈവമായിട്ട് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ആ അത്ഭുത വരത്തിലൂടെ ദൈവത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക, സ്വർഗത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക, അനേകം ആത്മാക്കളെ ദൈവരാജ്യത്തിനായിട്ട് കൊയ്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വ്യക്തിക്ക്, അത് ഏത് വ്യക്തിയായിക്കോട്ടെ, ഒരു വൈദികനായിക്കോട്ടെ, അൽമായനായിക്കോട്ടെ, സന്യസ്തനായിക്കോട്ടെ, സാധാരണക്കാരനായിട്ട് വ്യക്തിയായിക്കോട്ടെ, ആ വ്യക്തിക്കൊരു വരം കൊടുക്കുന്നത്, അത്ഭുത വരം കൊടുക്കുന്നത്, രോഗശാന്തി വരം കൊടുക്കുന്നത് അത് ദൈവരാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് എന്ന് സ്വയം നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി യൂസ് ചെയ്യുന്നതോ അന്ന് മുതൽ ആ വ്യക്തിയുടെ തകർച്ചയും ആരംഭിച്ചു, ആ വ്യക്തിയുടെ ഒരു ആത്മനാശം ആരംഭിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ആ കൂട്ടരെയും വളരെ ജാഗ്രതയോടുകൂടി തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കും. മാർപ്പാപ്പയുടെ രോഗബാധയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ട്രോളുമായി, വലിയ രീതിയിലുള്ള അവഹേളനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ ട്രോളുമായിട്ടൊക്കെ വരുന്നവരോട് ഒരു വാക്ക് പറയാനുണ്ട്. മാർപ്പാപ്പയെ മാത്രമല്ല, ഏത് വ്യക്തിയെ സുഖപ്പെടുത്തണം, സുഖപ്പെടുത്താതിരിക്കണം എന്നൊരു കാര്യം തീരുമാനിക്കുന്നത് ദൈവമാണ്, സ്വർഗത്തിലിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പണി ദയവായി നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. കത്തോലിക്ക സഭയിൽ തീർച്ചയായിട്ടും രോഗശാന്തി വരമുള്ള നിരവധി പേരുണ്ട്. വളരെ ജെന്യൂനായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തി ലഭിച്ച അനേകർ നമ്മുടെ ഇടയിലുണ്ട്. അത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത്തരം പല അത്ഭുതങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ക്രിസ്ത്യാനിറ്റി, അതിൻ്റെ യഥാർത്ഥ സ്പിരിച്വാലിറ്റി, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനം, ബേസിക് കോർ എന്ന് പറയുന്നത് നിത്യതയാണ്. നിത്യതയെ ലക്ഷ്യമാക്കിയാണ് എല്ലാ അത്ഭുതങ്ങളും സംഭവിക്കുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദയവായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ആത്മീയതയെ, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ അവഹേളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇരുമ്പാണിമേൽ തൊഴിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് നിങ്ങൾ വരുത്തി വയ്ക്കുന്നത്. അത് നിങ്ങളുടെ ഒരു ആത്മനാശത്തിന് തന്നെ ഒരുപക്ഷെ കാരണമായേക്കാം. അതുകൊണ്ട് അനുതപിക്കുക, മാനസാന്തരപ്പെടുക, ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവായ മനസ്സോടുകൂടി നോക്കിക്കാണുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.